വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. അതിരൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെയും ജനകീയ പ്രതിസന്ധികൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. CPIM നിലമ്പൂർ, വണ്ടൂർ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വഴിക്കടവ് മേഖലയിൽ വ്യാപകമായ കാട്ടാന ആക്രമണം. പൂവത്തിപ്പൊയിൽ, ആനമറി ഭാഗങ്ങളിൽ കാട്ടാന നാശം വിതച്ചു. 2 വീടുകളുടെ അടുക്കള ഭാഗം ആന തകർത്തു. കൃഷിയിടങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. പ്രതിസന്ധി കാലത്ത് പാർട്ടിയുടെ ഒപ്പം നിൽക്കേണ്ടത് തന്റെ ചുമതലയെന്ന് KT ജലീൽ. വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുവാനാകില്ല എന്നത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗും ക്രൈസ്തവ നേതാക്കളുമാണ്. തൊപ്പി ഇടാതെയും അള്ളാഹുവിന്റെ നാമം പറയാതെയുമാണ് ലീഗ് മന്ത്രിമാർ, MLA മാർ ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തതെന്നും KT ജലീലിന്റെ ആരോപണം. മഴ ശക്തമായതോടെ ഉൾക്കാട്ടിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ദുരിതയാത്രയും തുടങ്ങി. മതിയായ യാത്രാ സൗകര്യക്കുറവാണ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത്. കുട്ടികളുമായി പുഴ നീന്തിക്കടക്കേണ്ട ഗതികേടിൽ ആദിവാസി ഉന്നതികളിലെ ആളുകൾ. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ ജനജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യത്തിൽ CPIM-ന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി നിലമ്പൂർ, വണ്ടൂർ മേഖലകളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. നിലമ്പൂരിൽ നടന്ന പ്രകടനം, പൊതുയോഗം എന്നിവ സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. ഈ ബഹുജന മോർച്ചയിൽ അണിനിരക്കുവാൻ മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. 2014 അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര BJP പ്രകടന പത്രികയിലൂടെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 50 രൂപക്ക് പെട്രോളും 35 രൂപക്ക് ഡീസലും ഒക്കെ വിതരണം ചെയ്യും എന്നാണ്. പക്ഷേ ഇന്നിപ്പോൾ 115 രൂപയിലാണ് പെട്രോൾ എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പെട്രോളിനും ഡീസലിനും നേരത്തെ വലിയ വില വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പെട്രോളിൻ്റെ ഒപ്പം തന്നെ മത്സരിച്ച് ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് 1991 മുതൽ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെ കയ്യിൽ മാത്രമുണ്ടായിരുന്ന കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി K മോഹനൻ, E പത്മാക്ഷൻ, P ശിവാത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികളും പ്രവർത്തകരും നേതൃത്വം നൽകി.
സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധവുമായാണ് CPM-ന്റെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിരൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെയും ജനകീയ പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ കേരള സർക്കാരുകൾ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് CPIM-ന്റെ പ്രതിഷേധം. CPIM വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിലക്കയറ്റം മൂലം പൊറുതിമുട്ടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടായിരുന്നു CPIM വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വണ്ടൂർ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B. മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. അന്നും ഇപ്പോഴും നരേന്ദ്രമോദിയും BJP-യും പറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വിലയാണ്. അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വില എത്രയായിരുന്നു? അതിൽ നിന്ന് എത്ര ഡോളർ ഇതിനകം വർദ്ധിച്ചു കഴിഞ്ഞു? എത്രയോ തവണ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടുണ്ട്. 2022 റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോഴാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. അന്ന് വർദ്ധിച്ചപ്പോൾ അതൊരു ബാരലിന് $79 അതിന്റെ വില. ആ $79 നിന്ന് പിന്നീട് അത് വർദ്ധിച്ച് ഇപ്പോൾ ഏതാണ്ട് $110 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ക്രൂഡ് ഓയിലിന്റെ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർധനവാണോ ഇന്ത്യയിലുണ്ടായത്? ഇന്ത്യയിൽ ഒരിക്കലുമല്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അന്നുണ്ടായിരുന്ന 72 നിന്ന് ₹1 ഇതുവരെ കുറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില അതിനേക്കാൾ ഒരുപാട് തവണ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $54 കൂട്ടുകൂട്ടിയ ഒരു കാലവും നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്തെങ്കിലും വില കുറഞ്ഞിട്ടുണ്ടോ? 2014 ₹72 എന്നുള്ള വില കൂടുകയല്ലാതെ പിന്നീട് കുറഞ്ഞിട്ടേയില്ല. അതിനർത്ഥം അന്താരാഷ്ട്ര മാർക്കറ്റിലെ ക്രൂഡ് ഓയിലിന്റെ വിലയെ അനുസരിച്ചല്ല, അതിന് ആനുപാതികമായല്ല കേരളത്തിൽ ഇന്ത്യയിൽ ഇത് വർദ്ധിക്കുന്നത്. പ്രതിഷേധ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം N. കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ V. അർജുനൻ, E. ലിനീഷ്, വണ്ടൂർ ലോക്കൽ സെക്രട്ടറി P. അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. വഴിക്കടവ് മേഖലയിൽ വ്യാപകമായ തോതിലാണ് കാട്ടാനകൾ നാശം വിതയ്ക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇവിടെ കൂട്ടത്തോടെ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി വാഴകൃഷി നശിപ്പിച്ചു, മറ്റ് കൃഷിയിടങ്ങളിലും നാശം വിതച്ചു. അതോടൊപ്പം തന്നെ 2 വീടുകളുടെ അടുക്കള ഭാഗത്തെത്തിയ കാട്ടാനകൾ ഇവിടെ അടുക്കളയും തകർക്കുന്ന ഒരു സംഭവമുണ്ടായി. എന്തായാലും വളരെ ഭയത്തോടു കൂടിയാണ് വഴിക്കടവ് ആനമറി പൂവത്തിപ്പോയിൽ മേഖലയിൽ ഇപ്പോൾ ജനങ്ങൾ താമസിക്കുന്നത്. ആനമറയിലെ മുളയം പറമ്പിൽ സൈനബ, പുഞ്ചക്കൊല്ലി കുമാരദാസൻ എന്നിവരുടെ വീടുകളുടെ അടുക്കള ഭാഗമാണ് ആനക്കൂട്ടം തകർത്തത്. പൂവത്തിപ്പൊയിൽ അബ്ദുൾ ജലീലിൻ്റെ 500ഓളം വാഴകളും നശിപ്പിച്ചു. രാമത്ത് പറമ്പിൽ രാമചന്ദ്രൻ, പുലിയോടൻ ജാഫർ എന്നിവരുടെ തെങ്ങ്, വാഴ, കമുക് എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കാട്ടാനക്കൂട്ടം നാശം വിതയ്ക്കുന്നതിൽ നാട്ടുകാർ ഭീതിയിലാണ്. നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ വനം വകുപ്പ് തൂക്കു ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ് ഇവ തകർന്നിരിക്കുകയാണ്. ഈ ഭാഗത്തിലൂടെയാണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. ആനമറി നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ 600 മീറ്റർ ഭാഗം ഫെൻസിംഗ് നടത്തിയിട്ടുമില്ല. ഈ ഭാഗങ്ങളിലൂടെയും ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ആനക്കൂട്ടം നാശം വിതച്ച സ്ഥലങ്ങളിൽ വനപാലകരെത്തി നാശനഷ്ടം വിലയിരുത്തിയിട്ടുണ്ട്. കാട്ടാനകൾ കൂട്ടമായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ
വനംവകുപ്പ് കർശനമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജന ആവശ്യം. ഇവിടെ ഇപ്പോൾ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ 1000 വാഴയുണ്ട്. അതിപ്പോൾ ആന 2-3 ദിവസം കൊണ്ട് കയറി ഇതെല്ലാം നശിപ്പിച്ച് ചെയ്യാൻ പോയി. ഇവിടെ ഫെൻസിങ് ഉണ്ടെങ്കിലും ഉപയോഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കാറ്റടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവിടെ ലൈനൊക്കെ പോയി കിടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ തന്നെ പേടിയായ അവസ്ഥയിലാണ്. ആന നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വാഴ ഇത് 10,000-ഓളം വാഴ ഉണ്ട്. ഇത് മുഴുവനും ആന നശിപ്പിച്ചു. ഫെൻസിങ് ഒക്കെ ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഇതിൽ കൃഷി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥ. ലോണൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും നടപടി സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രതിസന്ധി കാലത്ത് പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നത് തന്റെ ചുമതലയാണെന്ന് KT ജലീൽ. വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുവാൻ ആകില്ല എന്ന് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗും ക്രൈസ്തവ നേതാക്കളുമാണ്. തൊപ്പിയിടാതെയും അള്ളാഹുവിൻ്റെ നാമം പറയാതെയുമാണ് ലീഗ് മന്ത്രിമാരും MLA-മാരും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതെന്തുകൊണ്ടാണെന്ന് ലീഗ് നേതാക്കൾ മറുപടി പറയണം. 2016-ൽ താൻ മന്ത്രിയാകുമ്പോൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ചോദ്യം ചെയ്തവരാണ് ലീഗുകാർ. എന്തിനാണ് UDF മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശനെയും മകനെയും അങ്ങോട്ട് പോയി കണ്ടതെന്നും വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വോട്ട് വാങ്ങിയതെന്നും KT ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10-20 വർഷത്തിനിടയിൽ CPIM ഏറ്റവും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു ഘട്ടമാണിത്. 20 വർഷം ഞാൻ സഹയാത്രികനായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ പാർട്ടി പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ BJPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF വലിയ തോതിലുള്ള വർഗീയ മതധ്രുവീകരണം നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് 3 സീറ്റാണ് ബംഗാളിൽ കിട്ടിയത് ആ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഓർക്കണം. ആ 3 പിന്നീട് അവിടെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. അതൊക്കെ മുസ്ലിം ലീഗ് തരാതരം പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് മുസ്ലിം സമുദായത്തിനിടയിൽ. അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കൾ ക്രൈസ്തവ സമുദായത്തിനിടയിൽ അവർക്ക് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുമ്പോൾ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വരെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് MLA-മാർ, ലീഗ് മന്ത്രിമാർ എന്താണ് അള്ളാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറിയത്? എന്താണ് തൊപ്പി മാറ്റിയത്? അതിനു മാത്രം എന്ത് പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ലീഗ് MLA-മാർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കതിന് പ്രതികൂലമായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അവരാ കാര്യം വ്യക്തമാക്കണം. തൊപ്പി വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ നടക്കുന്നുണ്ട്. അവരോടൊക്കെ ഇനി പറയാൻ പോകുന്നത് തൊപ്പി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ലീഗുകാർ ഇതുവരെ തൊപ്പി വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയിരുന്നത്. അള്ളാഹു എന്ന് നിങ്ങൾ പറയേണ്ടതില്ല, പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത്. ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ അത് പർപ്പസ് പൂർത്തിയാകും എന്ന് കരുതുന്ന ആളാണ് ഞാൻ. 2006-ൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അന്ന് അതിനെ ശക്തമായി എതിർത്തവരാണ് മുസ്ലിം ലീഗുകാർ. അന്ന് ഞാൻ പിന്തുടർന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞവർക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അവർ വ്യക്തമാക്കണം. മഴക്കാലം ആരംഭിച്ചതോടുകൂടി ആദിവാസി ഉന്നതികളിൽ ഇപ്പോൾ ദുരിത ജീവിതവും ആരംഭിച്ചിരിക്കുകയാണ്. വിവിധങ്ങളായ ഉന്നതികളിൽ വലിയ ദുരിത ജീവിതമാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മിക്ക പ്രദേശങ്ങളിലും പുഴ കടന്നാണ് പല ഉന്നതികളും ഉള്ളത്. പാലമില്ലാത്തത് കാരണം ഈ പുഴ കടക്കുന്നതൊക്കെ വലിയ പ്രയാസമാണ്. കുട്ടികളെ അടക്കമെടുത്ത് വളരെ സാഹസികമായാണ് ഇവർ ഇപ്പോൾ പുറം ലോകത്തേക്കൊക്കെ എത്തുന്നത്. എന്തായാലും വലിയ ദുരിത കാഴ്ചയാണ് ഇപ്പോൾ ആദിവാസി ഉന്നതികളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മേഖലയിലെ മിക്ക ആദിവാസി നഗറുകളും പുഴയ്ക്ക് അക്കരെയാണ്. മഴക്കാലത്ത് കുത്തൊഴുക്കുള്ള പുഴകൾ കടന്നു വേണം ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ. 2009-ലെ മഹാപ്രളയത്തിലാണ് പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള പുഞ്ചക്കൊല്ലിക്കടവിലെ പാലം പൂർണ്ണമായും തകർന്നത്.
പുഞ്ചക്കൊല്ലി അളയ്ക്കൽ നഗറുകളിലെ 106ഓളം കുടുംബങ്ങളെ ഈ പാലമാണ് നാട്ടിൻപുറവുമായി ബന്ധപ്പെടുത്തിയിരുന്നത്. കുട്ടികളെ സ്കൂളിൽ വിടുവാനും ആശുപത്രിയിൽ ചികിത്സ തേടുവാനും വീട്ടു സാധനങ്ങൾ വാങ്ങുവാനും ഈ പാലം മാത്രമായിരുന്നു ഇവരുടെ ആശ്രയം. പാലം തകർന്നതോടെ പുതിയ പാലത്തിനായി ഇവർ ഏറെ മുറവിളി കൂട്ടി. പുതിയ പാലത്തിനായി ബോറിംഗ് പ്രവൃത്തി നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതല്ലാതെ മറ്റ് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മുള കൊണ്ട് ചങ്ങാടം നിർമ്മിച്ചാണ് ഇപ്പോൾ ഇവർ പുന്നപ്പുഴ കടക്കുന്നത്. മഴക്കാലത്ത് മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് പലതവണ ചങ്ങാടം തകർന്നു. അത്ഭുതകരമായാണ് ജീവൻ നഷ്ടപ്പെടാതെ പലരും രക്ഷപ്പെട്ടു വരുന്നത്. ഉൾക്കാടുകളിലൂടെയാണ് പുന്നപ്പുഴ കടന്നു വരുന്നത്. പ്രദേശത്ത് മഴയില്ലെങ്കിലും ഉൾക്കാട്ടിലോ അയൽ സംസ്ഥാനത്തോ മഴ പെയ്താൽ പുഴയിൽ പൊടുന്നനെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ പുന്നപ്പുഴയിലൂടെ ചങ്ങാടത്തിലൂടെയുള്ള യാത്ര ഏറെ അപകടം നിറഞ്ഞതാണ്. സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികളെ തോളിലേറ്റിയും കൈപിടിച്ചുമാണ് രക്ഷിതാക്കൾ പുഴ കടത്തുന്നത്. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.
അളവില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. ഒരു കാലത്ത് ഫുട്ബോൾ മൈതാനങ്ങളിൽ വിസ്മയം തീർത്ത പഴയകാല പ്രതിഭകൾ വീണ്ടും ബൂട്ടണിഞ്ഞു. മലപ്പുറം വെറ്ററൻ സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വണ്ടൂരിൽ സംഘടിപ്പിച്ച 50 വയസ്സിന് മുകളിലുള്ളവരുടെ ഫുട്ബോൾ ടൂർണമെന്റ് കായിക പ്രേമികൾക്ക് ആവേശക്കാഴ്ചയായി. മലപ്പുറം ജില്ലാ വെറ്ററൻ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ വണ്ടൂർ തിലോക്സ് ടർഫിൽ വെച്ച് നടക്കുന്ന 50+ ടൂർണമെന്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി നൌഷാദ് പുത്തൻകോടിന്റെ സ്മരണയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 6 ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. ഞങ്ങളെ 600 പേര് ഉള്ള സംഘടനയാണ് MVSF. അതിലെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ കളി ആസ്വാദനത്തിന് വേണ്ടിയാണ് ഈ ടൂർണമെന്റ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം വെറ്ററൻ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് നൌഷാദിന്റെ സ്മരണാർത്ഥമാണ് വണ്ടൂരിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ജില്ലയിലെയും അയൽ ജില്ലകളിലെയും അസോസിയേഷൻ അംഗങ്ങളായ 50 വയസ്സിന് മുകളിലുള്ള മുൻകാല ഫുട്ബോൾ താരങ്ങളാണ് വീണ്ടും കളിമുറ്റത്തേക്ക് ഇറങ്ങിയത്. 6 ടീമുകളിലായി 42ഓളം വെറ്ററൻ താരങ്ങളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇവരുടെ മൈതാനത്തെ പ്രകടനങ്ങൾ. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം വെറ്ററൻ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ആലങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നസീർ പടിഞ്ഞാറ്റുമുറ്റ, മുൻ വാർഡ് മെമ്പർ മൻസൂർ കാപ്പിൽ, ജാഫർ ആനക്കയം തുടങ്ങിയവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജവാദ്, ബാബു വണ്ടൂർ, PK അയാക്ക, റഫീഖ് മേമന, ഷഹൂദ് അലി, അസീസ് തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. എഴുപത് വയസ്സായ തങ്ങളുപ്പ, പ്രായം ഒരു നമ്പറാണ്. അബ്ബാസാക്ക ഒക്കെ 70ന്റെ അടുത്തുള്ള ആളുകളാണ്. ഒരുപാട് ഇതിൽ കളിക്കുന്നവര്. ആയാക്ക ഗോൾ കീപ്പർ, എല്ലാവരും പ്രായം ഒരു പ്രശ്നമല്ല. ഇവിടെ കുട്ടികൾ കളിക്കണതിലേറെ ഉഷാറായിട്ട് അവർ കളിക്കുന്നുണ്ട്. MVSF നടത്തുന്ന ഞങ്ങളെ ടൂർണമെന്റ് ആണ് ഇത്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ 2026-27 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിനായി നടത്തിയ ചടങ്ങ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സൗകര്യത്തോടു കൂടി ചെയ്യണമെന്നുള്ളതാണ് ഈ ഭരണസമിതി കഴിയുന്നതിന് മുന്നായിട്ട് അതിനു വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് പറയേണ്ട ഒരു അവസരമല്ല ഇവിടെ. എങ്കിലും ഇവിടെ വന്ന് കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു സൗകര്യമുള്ള സ്ഥലമല്ല എന്നുള്ളത്. എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് തുടങ്ങി വെച്ചത് കൊണ്ട് ഇവിടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മളെ മുന്നിലുള്ള ഒരു വെല്ലുവിളി. ആ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യാണ്. ബഡ് സെന്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ CDS പ്രസിഡന്റ് M അൻഷിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ CT ഷാഹുൽ ഹമീദ്, ബൈജു ചെമ്പ്ര, നിഷ K മാധവൻ, പഞ്ചായത്ത് അംഗങ്ങളായ CT ചെറി, M സഫീർ മാനു, KV സിന്ധു, EP മുഹമ്മദ് കുഞ്ഞി, മറ്റു മെമ്പർമാർ, അധ്യാപിക IK ഷഹാന, സൂപ്പർവൈസർമാരായ ഡോക്ടർ അഭിനിത, K സിന്ധു, M ഹസൈൻ കോയ, വിവിധ CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുതായി എത്തിയ കുട്ടികളെ മധുരവും സമ്മാനങ്ങളും നൽകിയാണ് അധ്യാപകരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചത്. നോക്കാം പ്രേക്ഷകരെ, ഇന്നത്തെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അതിരൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെയും ജനകീയ പ്രതിസന്ധികൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. CPIM നിലമ്പൂർ വണ്ടൂർ ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വഴിക്കടവ് മേഖലയിൽ വ്യാപകമായ കാട്ടാന ആക്രമണം. പൂവത്തിപ്പൊയിൽ ആനമറി ഭാഗങ്ങളിൽ കാട്ടാന നാശം വിതച്ചു. 2 വീടുകളുടെ അടുക്കള ഭാഗം ആന തകർത്തു. കൃഷിയിടങ്ങളും വ്യാപകമായി നശിപ്പിച്ചു. പ്രതിസന്ധി കാലത്ത് പാർട്ടിയുടെ ഒപ്പം നിൽക്കേണ്ടത് തന്റെ ചുമതലയെന്ന് KT ജലീൽ. വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുവാനാകില്ല എന്നത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗും ക്രൈസ്തവ നേതാക്കളുമാണ്. തൊപ്പി ഇടാതെയും അള്ളാഹുവിന്റെ നാമം പറയാതെയുമാണ് ലീഗ് മന്ത്രിമാർ MLA-മാർ ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തതെന്നും KT ജലീലിന്റെ ആരോപണം. മഴ ശക്തമായതോടെ ഉൾക്കാട്ടിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ദുരിതയാത്രയും തുടങ്ങി. മതിയായ യാത്രാ സൗകര്യക്കുറവാണ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നത്. കുട്ടികളുമായി പുഴ നീന്തിക്കടക്കേണ്ട ഗതികേടിൽ ആദിവാസി ഉന്നതികളിലെ ആളുകൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.